അള്ളാഹുവിൻ്റെ ചില മലക്കുകൾ അവർ ഭൂമിയിലൂടെ യാത്ര ചെയ്യും. അള്ളാഹുവിനെ ഓർക്കുന്ന മജ്ലിസുകളിൽ, സദസ്സുകളിൽ അവർ വന്നിരിക്കും. ആ സദസ്സ് പിരിയുമ്പോൾ ആ മലക്കുകളും പിരിഞ്ഞു പോകും. പിന്നെ അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, മിൻ ഐന ജിത്തും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അള്ളാഹുവിന് അറിയാം അവരെവിടെ നിന്നാണ് വരുന്നത് എന്ന്. എന്നാലും അവരോട് അള്ളാഹു ആ ചോദ്യം ചോദിക്കും. അപ്പം അവർ പറയും, ഞങ്ങൾ നിന്റെ അടിമകളുടെ അരികിൽ നിന്നാണ് വരുന്നത്. അവർ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അവർ തസ്ബീഹ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അവർ തഹ്മീദുകളും തഹ്ലീലുകളും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിന്നെ ഓർക്കുന്നവരാണ്. അങ്ങനെയുള്ള അടിമകളുടെ അരികിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അള്ളാഹുവെ, അവർ നിന്നോട് സ്വർഗം ചോദിക്കുന്നുണ്ട്. അള്ളാഹു അവരോട് ചോദിക്കും, അവരെൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ നിന്റെ സ്വർഗം കണ്ടിട്ടില്ല. അവർ എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവെ, അവർ നിന്നോട് നരകത്തിൽ നിന്ന് അഭയം ചോദിക്കുന്നുണ്ട്. അപ്പം അള്ളാഹു ചോദിക്കും, അവരെൻ്റെ നരകം കണ്ടിട്ടുണ്ടോ? അവരെൻ്റെ നരകം കണ്ടിട്ടില്ല. അവർ നിന്റെ നരകം കണ്ടിട്ടില്ല. അവർ എൻ്റെ നരകം കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവേ, വയസ്തഗ്ഫിറൂനക്, അവർ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നവരാണ്. അവരുടെ പാപങ്ങൾ പുറത്തു തരാൻ തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അള്ളാഹു പറയും, ഗഫർതു ലഹും, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അവരെന്താണോ എന്നോട് ചോദിച്ചിട്ടുള്ളത്, സ്വർഗമല്ലേ, ആ സ്വർഗം ഞാൻ അവർക്ക് കൊടുക്കും. നരകത്തിൽ നിന്നുള്ള മോചനമല്ലേ അവർ തേടിയത്, അതിന് ഞാൻ ഉത്തരം നൽകും. അപ്പോൾ മലക്കുകൾ പറയും, റബ്ബി ഫീഹിം ഫുലാനുൻ അബ്ദുൻ ഖത്താഉൻ ഇന്നമാ മർറ ഫജലസ മഅഹും. അല്ലാഹുവേ, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ ആ സദസ്സ് ലക്ഷ്യം വെച്ച് വന്ന ഒരാളല്ല. അയാൾ വന്നപ്പോൾ ആ സദസ്സിൽ പെട്ടു, അവരുടെ കൂടെ ഇരുന്നു. അയാളുടെ ലക്ഷ്യം ഈ സദസ്സായിരുന്നില്ല. അപ്പോൾ അള്ളാഹു പറയും, ലഹു ഗഫർതു, ആ മനുഷ്യനും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, ആ മനുഷ്യൻ ഇരുന്ന ആളുകളില്ലേ, ആ മനുഷ്യൻ ചില ആളുകളുടെ ഒപ്പം ഇരുന്നില്ലേ, അവരുടെ കൂടെ ഇരുന്നവരാരും നിരാശപ്പെടേണ്ടി വരികയില്ല, അവർ ദൗർഭാഗ്യവാന്മാരാവുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അകറ്റും. ഒരിക്കൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ദർസ് എടുത്തുകൊണ്ടിരിക്കാൻ, അപ്പോൾ കൂട്ടത്തിൽ മുമ്പിലിരിക്കുന്ന ഒരാളോട് ചോദിച്ചു, ഇപ്പം ഞാൻ എന്താണ് പറഞ്ഞത്? അപ്പം അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. ലാ അതിന് നിങ്ങളെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാണ് പിന്നെ ഈ സദസ്സിൽ ഇരിക്കുന്നത്? അപ്പോൾ ആ മനുഷ്യൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയോട് പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കൂടെ ഇരുന്നാൽ ആ കൂടെ ഇരിക്കുന്നവരും ദൗർഭാഗ്യവാന്മാരാവുകയില്ല, അവരും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ എന്നാണ്. ആ മനുഷ്യൻ്റെ ആ മറുപടി കേട്ടപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല കരഞ്ഞിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയാണ്, അയാളെ എന്തെങ്കിലും പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അയാളിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയെന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സദസ്സിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവുമാണ്. ഇത് അള്ളാഹുവിൻ്റെ പള്ളിയാണ്. ആ പള്ളിയിൽ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റിയിട്ടാണ്. അള്ളാഹു ഈ ഒരു കൂടിയിരുത്തം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ ഒത്തുചേരലിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നമുക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, സലാം പറയുമ്പോൾ
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ സംഗതികളുണ്ട്. സലാം എന്നത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് വെറുതെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യേണ്ട ഒരു സംഗതിയല്ല. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രീതികളുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ സലാം പറയാനും സലാം മടക്കാനും ഒക്കെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ ഈമാൻ ഉള്ളവരാകുന്നത് വരെ നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും ഈമാൻ ഉള്ളവരാവുകയില്ല. അവല അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാൻ, നിങ്ങൾക്കിടയിൽ സ്നേഹം വളരുവാൻ ഞാൻ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരട്ടെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്ത മാർഗം എന്താണെന്നറിയോ? അഫ്ഷുസ്സലാമ ബൈനക്കും. അഫ്ഷുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക, എല്ലാവരോടും സലാം പറയുക. മുസ്ലിങ്ങൾ തമ്മിലുള്ള അവകാശങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിങ്ങൾ തമ്മിലുള്ള അവകാശങ്ങൾ 6 എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് നബി എണ്ണിയ അവകാശം എന്താണ്? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. നിങ്ങൾ കാണുമ്പോൾ സലാം പറയണം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് കൊടുക്കേണ്ട ഒന്നാമത്തെ അവകാശമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സലാം പറയണം എന്നുള്ളതാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അവർക്കിടയിൽ എങ്ങനെയാണ് സലാം വ്യാപിപ്പിച്ചത് എന്ന് കാണുമ്പോൾ, അറിയുമ്പോൾ. 2 സ്വഹാബിമാർ ഇങ്ങനെ നടന്നു പോവാൻ. ആ നടന്നു പോകുന്നതിനിടയിൽ അവർക്കിടയിൽ ഒരു മരം വന്നു. ആ മരം അവർക്കിടയിൽ ഒരു മറയുണ്ടാക്കി. ആ മരം കഴിഞ്ഞ് തൊട്ടപ്പുറത്തെത്തിയാൽ ഒരു സലാം പറയുന്നതാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവരിങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു ഭിത്തി വന്നു, ഒരു ചുമര് വന്നു. ഒരാൾ അപ്പുറത്ത് കൂടെ ഒരാൾ ഇപ്പുറത്ത് കൂടെ നടന്നു. അവർക്കിടയിൽ ഒരു മറയുണ്ടായി. ആ മറ കഴിഞ്ഞ് അപ്പുറത്തെത്തിയാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, എത്ര ഒരു അത്ഭുതമാണത്. നമ്മളെ പേരേക്കൊരു വിരുന്നുകാരൻ വന്നു. നമ്മൾ കയറി വന്നപ്പോൾ സലാം പറഞ്ഞു. പിന്നെ അവന് ഗസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ വാതിൽ ഉറക്കുമ്പോൾ ഒന്ന് സലാം പറഞ്ഞു. പിന്നെ നമ്മളൊന്ന് കിച്ചണിൽ പോയിട്ട് വെള്ളം കൊണ്ട് വന്നപ്പോൾ സലാം പറഞ്ഞു. അവനക്ക് എന്താ തോന്നുക? ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അങ്ങനെ ആയിരുന്നില്ല. ഒരു ചെറിയൊരു മറ ഉണ്ടായാൽ തന്നെ അവരെന്ത് ചെയ്തിരുന്നു? വീണ്ടും സലാം പറഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെയാണ് ഇഫ്ഷാഉ സലാം, സലാമിനെ വ്യാപിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അവരുടെ ജീവിതത്തിൽ പകർത്തിയിരുന്നത്. ഇപ്പം നബിയും സഹാബിമാരും ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് നിസ്കരിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. പോയിട്ട് ഒന്നുകൂടി നിസ്കരിച്ചോ, നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ആളോട് നബി പറയാണ്, ഒന്നുകൂടി മടങ്ങി ചെല്ല്, പോയിട്ട് ഒന്നുകൂടി നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ രണ്ടാമത് തിരിച്ചുപോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇയാൾ വീണ്ടും സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയിട്ട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. പോയിട്ട് നിസ്കരിച്ചിട്ടില്ല. നബിൻ്റെ സ്വഹാബിമാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ആ മനുഷ്യൻ നിസ്കരിക്കുന്നത്. രണ്ടാമത്തെ തവണയും തിരിച്ചയച്ചു. മൂന്നാമത് വീണ്ടും വന്നു, സലാം പറഞ്ഞു, സലാം മടക്കി, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. പോയിട്ട് നിസ്കരിച്ചോ. അപ്പോൾ നാലാമത്തെ വട്ടം ഇയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനല്ലാതെ നിസ്കരിക്കാൻ എനിക്കറിയില്ല, എന്താ നിങ്ങൾ പറഞ്ഞു തരി. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ്റെ നിസ്കാരത്തിൻ്റെ രൂപവും കാര്യങ്ങളും അതിലെ ഖുശൂഉം ത്വമഅനീനത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതാണ്. ഈ 3 തവണയും ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോൾ ആ മനുഷ്യൻ ഓരോ തവണയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു എന്നതാണ് വിഷയം. അപ്പോൾ സലാമിനെ നമ്മൾ നന്നായിട്ട് വ്യാപിപ്പിക്കണം. നമുക്കറിയുന്നവരോടും അറിയാത്തവരോടും ഒക്കെ സലാം പറയുക എന്നൊരു രീതി നമ്മൾ കാണണം. ഓരോ തവണ കാണുമ്പോഴും സലാം പറയുക എന്നുള്ളത് നിർബന്ധമായൊരു സംഗതിയൊന്നുമല്ല. എന്നാൽ അതൊരു ഇബാദത്താണ്. ഒരു തവണ സലാം പറയുമ്പോൾ ആ ഒരു തവണ സലാം പറഞ്ഞതിന് കൂലി കിട്ടും. രണ്ടാമത് വീണ്ടും സലാം പറയുമ്പോൾ രണ്ടാമത് പറഞ്ഞതിൻ്റെ കൂലി കിട്ടും. മൂന്നാമത് പറയുമ്പോൾ മൂന്നാമത് പറഞ്ഞതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ ആ കൂലി നമ്മൾ എന്ത് ചെയ്യരുത്? വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിമാർ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരാൾ വന്നു. അയാൾ പറഞ്ഞു അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം അടക്കി. അശ്റുൻ 10 എന്ന് നബി മറുപടി പറഞ്ഞു. രണ്ടാമതൊരാൾ വന്നു. അയാൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം അടക്കിയിട്ട് പറഞ്ഞു ഇശ്റൂൻ 20. മൂന്നാമത്തെ ആൾ വന്നപ്പോൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാസൂൻ. ആദ്യം വന്ന ആൾക്ക് 10 കൂലിയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആൾക്ക് 10 കൂലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് അധികം പറഞ്ഞ ആൾക്ക് 10 കൂലി അധികം 20 കൂലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ ആൾക്ക് 30 കൂലി. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ടത് സലാം പറയുമ്പോൾ അള്ളാഹു തരുന്ന ഈ കൂലിയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ നമ്മൾ സലാം പറയാറുള്ളത്? ഇതൊരു പ്രാർത്ഥനയാണ്, ദുആ ആണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകട്ടെ. വബറകാതുഹു, ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണത്. അതൊരു പ്രാർത്ഥനയായിട്ട് നിർവഹിക്കുന്നവർ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും? അത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്ന അഭിസംബോധനയാണ് എന്ന് ആലോചിച്ചും ചിന്തിച്ചും സലാം പറയുന്നവർ എത്ര നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സലാം എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ചിഹ്നങ്ങളിൽ ഒന്നാണ്. അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. അല്ലെ, വേറൊരാൾക്കും ഇതുപോലത്തെ ഒരു അഭിസംബോധന അള്ളാഹു കൊടുത്തിട്ടില്ല. വേറെ ഒരു ടീമിനും ഇതുപോലത്തെ ഒരു അഭിസംബോധന അള്ളാഹു നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ അസൂയുള്ള ഒരു കാര്യം എന്താ? ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ അസൂയുള്ള ഒരു കാര്യം സലാം പറയലാണ്. ഇന്നൽ യഹൂദ യഹ്സുദൂനകും അലസ്സലാമി വത്തഅ്മീൻ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുമ്പോൾ അത് ജൂതന്മാർക്ക് അസൂയയാണ്. നമുക്കിടയിലുള്ള ആ ഒരു സ്നേഹവും ആ ബന്ധവും ആ കണക്ഷനൊക്കെ കാണുമ്പോൾ അവർക്ക് സഹിക്കൂല. വത്തഅ്മീൻ, അതുപോലെ തന്നെ ആമീൻ പറയൽ. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ട് ആമീൻ പറയുക എന്നത് മുസ്ലിങ്ങളോട് ജൂതന്മാർക്കുള്ള അങ്ങേയറ്റത്തെ അസൂയയുടെ ഒരു കാരണമാണ്. കാരണം ഓർക്ക് ഇതിൻ്റെ വില അറിയാം, നമ്മളാൾക്കാർക്ക് ഇതിൻ്റെ വില എന്താണെന്ന് അറിയില്ല. സലാമിൻ്റെ വില എന്താണ്, ആമീനിൻ്റെ ശ്രേഷ്ഠത എന്താണ്, ഇതൊന്നും നമ്മളാൾക്കാർക്ക് തിരിയൂല. ഓർക്ക് ഇതൊക്കെ അറിയാം. ഓർക്ക് അതിൻ്റെ വില ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഓർക്ക് നമ്മളോട് അസൂയാണ്. നമുക്കൊരു 4 ആൾ കൂടി നിൽക്കുന്നിടത്തേക്ക് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാൻ എന്തോ ഒരു മടിയാണ്. അതെന്തോ ഒരു രണ്ടാം തരമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഏത് സമയത്തും ആരുടെ മുമ്പിൽ പോയിട്ടും നമുക്ക് പറയാൻ പറ്റിയ ഒരു അഭിസംബോധനയല്ലേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത്. വാപ്പ മരിച്ചു കിടക്കുന്ന ഒരു പെരേക്ക് കയറി ചെന്നിട്ട് നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഓനക്ക് എന്ത് ഗുഡ് മോർണിംഗ് ആണ്, ഓൻ്റെ വാപ്പ അവിടെ മരിച്ചു കിടക്കാൻ. ഓനോട് പോയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ, എന്നാൽ ഓനോട് പോയിട്ട് പറയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേലുദ്യോഗസ്ഥൻ്റെ മുഴുവൻ ചീത്തയും തെറിയും കേട്ടിട്ട് നിരാശനായിട്ട് പെരേ വന്നിട്ട് ഇരിക്കുന്നവനോട് പോയിട്ട് ഗുഡ് ഈവനിങ് പറഞ്ഞാൽ ഓനക്ക് എന്ത് ഗുഡ് ഈവനിങ് ആണ്? എന്നാൽ ഓനോടും പോയിട്ട് നമുക്ക് പറയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏത് സമയത്തും ആരുടെ മുഖത്ത് നോക്കിയിട്ടും എപ്പോൾ വേണമെങ്കിലും പറയാൻ പറ്റിയ ഒരു അഭിസംബോധനയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അനുയോജ്യമായത് നമ്മുടെ റബ്ബ് നമുക്ക് നൽകുള്ളൂ. നമ്മളൊക്കെ മുസ്ലിങ്ങളായി എന്നതിൽ നമ്മൾ അഭിമാനിക്കുക. ഈ ദീന് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ ദീനിന്റെ അഭിസംബോധന അള്ളാഹു പഠിപ്പിച്ചെന്നതാണ്. അപ്പൊ അതിൽ പോരായ്മകൾ ഉണ്ടാവില്ല, അതിൽ വീഴ്ചകൾ ഉണ്ടാവില്ല. അത് എല്ലാ സമയത്തും അനുയോജ്യമായതാണ് നമ്മുടെ റബ്ബ് നമുക്ക് നൽകുക. അപ്പൊ സലാം പറയലും മടക്കലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ സലാം പറയുമ്പോഴും മടക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മസ്അലകളാണ് നമ്മുടെ വിഷയം. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, സലാം പറയുക. ഒരാളെ കാണുമ്പോൾ സലാം പറയുക, സലാം കൊണ്ട് തുടങ്ങുക എന്നത് സുന്നത്താണ്. എന്നാൽ ആ സലാം മടക്കുക എന്നത് നിർബന്ധമായ സംഗതിയാണ്. 2 മുസ്ലിങ്ങൾ പരസ്പരം കണ്ടാൽ അവർക്കിടയിൽ സലാം നടക്കണം. അപ്പോൾ ആരാദ്യം സലാം കൊണ്ട് തുടങ്ങുക എന്നുള്ളത് സുന്നത്താണ്. ഇപ്പോൾ ഞാൻ ഒരാളെ കണ്ടു,
അപ്പം ആദ്യം ആര് സലാം പറയണം? അത് ആദ്യം ആര് പറഞ്ഞാലും അത് സുന്നത്താൻ. എന്നാൽ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ സലാം മടക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, വൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളോട് ഒരാൾ അഭിസംബോധന ചെയ്തു, സലാം പറഞ്ഞു, ആ സലാം നിങ്ങൾ മടക്കണം. ഒന്നിരിക്കൽ നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അത് തന്നെ മടക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഒരാൾ നമ്മളോട് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വ അലൈക്കുമുസ്സലാം എന്ന് പറയൽ നിർബന്ധമാണ്. വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലത്. ഇനി ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു, സലാം അടക്കുമ്പോൾ നമ്മൾ വ അലൈക്കുമുസ്സലാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം അള്ളാഹു പറഞ്ഞത് എന്താണ്? വൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. ഒന്നിരിക്കൽ നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തിരിച്ചു പറയാ, അതല്ല എങ്കിൽ അതിനേക്കാളും നല്ലത് പറയാ. പറഞ്ഞതിനേക്കാളും കുറവ് പറയാൻ പറ്റൂല. ഒന്നിരിക്കൽ പറഞ്ഞത് തന്നെ തിരിച്ചു പറയാ, അല്ലെങ്കിൽ പറഞ്ഞതിനേക്കാളും നല്ലത് തിരിച്ചു കൊടുക്കുക. ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഒന്നിരിക്കൽ അതന്നെ തിരിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിനപ്പുറം നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അതാണ് സലാമിൻ്റെ ഏറ്റവും പരിപൂർണമായ രീതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതാണ് ഏറ്റവും പരിപൂർണമായ രൂപം. അതിനപ്പുറം ഒന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കാനില്ല. അതിലധികമായിട്ട് പലതും കാണാൻ പറ്റും, എന്നാൽ അതിനൊന്നും സ്വഹീഹായ പരമ്പരയില്ല, സ്വഹീഹായിക്കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇപ്പം ചില ആൾക്കാരൊക്കെ സലാം പറയുമ്പോൾ നമുക്ക് കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയുന്നത് കാണാൻ പറ്റും. പല ആൾക്കാരും അങ്ങനെയാണ് സലാം പറയുക. സലാം അടക്കുമ്പോഴും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയുന്നത് കാണാം. എന്നാൽ ആ രീതി എന്തല്ല, ശരിയല്ല. ശരിയല്ല പറഞ്ഞാൽ ആ പറഞ്ഞതിന് തെറ്റൊന്നുമില്ല. ഇപ്പൊ തആല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉന്നതനായിരിക്കുന്നു എന്നാണ്. വറഹ്മത്തുള്ളാഹി തആല, അള്ളാഹു ഉന്നതനായിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അർത്ഥത്തിൽ എന്തില്ല, തകരാറൊന്നുമില്ല. എന്നാൽ സലാം പറയുമ്പോൾ അങ്ങനത്തെ ഒരു രീതി എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരാൾ സലാം പറയുമ്പോഴൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്നാണ് സലാം പറയുന്നത് എങ്കിൽ കേൾക്കുന്നവൻ എന്താ വിചാരിക്കുക? ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി ഉഷാറ് ഇതാണ് കുറച്ചും കൂടി നല്ലത് എന്നൊരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നബി പഠിപ്പിക്കാത്തൊരു സംഗതി ഇങ്ങനെ സ്ഥിരമായിട്ട് പതിവായിട്ട് കൊണ്ടു നടക്കുമ്പോൾ അത് ബിദ്അത്ത് എന്ന ഗണത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ഒരാൾ സുന്നത്ത് എന്ന നിലക്കാണ് അത് പറയുന്നതെങ്കിൽ അത് ബിദ്അത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയലാണ് സുന്നത്ത് എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ അങ്ങനെ പറയുന്നത് എങ്കിൽ അത് ബിദ്അത്താണ്. ഇനി അങ്ങനെ വിചാരിച്ചിട്ടല്ല എങ്കിലും ആ രീതി ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം അതിന് അർത്ഥത്തിൽ തകരാറുണ്ടായതുകൊണ്ടോ ആ പറഞ്ഞത് മോശമായതുകൊണ്ടോ ഒന്നും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയാണ് ഏറ്റവും നല്ല രീതി. ഏറ്റവും നല്ലതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരിക, അല്ലേ? ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗമാണ്. ഇതിപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ചില ആൾക്കാർ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല്ലേ? എന്താ സയ്യിദുന എന്ന് പറഞ്ഞാൽ അർത്ഥം? സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർ, അല്ലെ? നേതാവ് എന്നാണ് അർത്ഥം. ആ പറഞ്ഞതിന് എന്തില്ല, തെറ്റില്ല. സയ്യിദുന, ഞങ്ങളുടെ നേതാവേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ പിന്നെ ആരാ നമ്മളെ നേതാവ്? നബിയാണല്ലോ നമ്മളെ നേതാവ്. എന്നാൽ സ്വലാത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനത്തെ സയ്യിദുന എന്നൊരു പ്രയോഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാം, നബിൻ്റെ കൂടെ സയ്യിദുന എന്ന് നമുക്ക് പ്രയോഗിക്കാം. ഇപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ നബിൻ്റെ പേര് പറയുമ്പോൾ സയ്യിദുന എന്നൊരാൾ ചേർത്തി പറയാൻ പറ്റൂല. എന്താ, അതിൻ്റെ അർത്ഥത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ? അർത്ഥത്തിൽ തകരാറുണ്ടായതുകൊണ്ടല്ല. ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു രീതി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതാണ് സലാം പറയുമ്പോഴുള്ള ഏറ്റവും പരിപൂർണമായ രീതി. അതിനപ്പുറം വേറൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. കൂട്ടിച്ചേർക്കുന്നത് സുന്നത്ത് എന്ന നിലക്കാണെങ്കിൽ അത് ബിദ്അത്താകും. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു രീതി പതിവാക്കാനും പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സലാം പറയുമ്പോൾ ശരിക്കും ശബ്ദം ഉയർത്തിയിട്ടൊക്കെ സലാം പറയാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ചില ആൾക്കാർ സലാം പറയും, സ്വകാര്യം പറഞ്ഞ മാതിരിയിട്ട് സലാം പറഞ്ഞു പോവുക. മറ്റോൻ ആ സലാം കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല. എന്നിട്ട് എനിക്ക് പരാതിയാണ്,
സലാം പറഞ്ഞിട്ട് ഓന് സലാം അടക്കുന്നില്ല, എന്താണ് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ? ഓൻ സലാം പറഞ്ഞതിനെ മറ്റോ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതി എന്തല്ല, ശരിയല്ല. സലാം പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാം. ചില ആൾക്കാർ സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും അല്ലേ, അസ്സലാമു അലൈക്കും എന്നാ പറയാം. അസ്സലാമു അലൈക്കും എന്നുള്ളടത്ത് സ്ലാ 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 എന്നാ പറയാം. അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയാണ് പറയേണ്ട രീതി നമുക്കറിയാം. എന്നാൽ നമ്മളുടെ ഒരു ശീലം എന്ന നിലക്ക് എന്ത് ചെയ്യാണ്, സ്ലാ സ്ലാ എന്ന് പറഞ്ഞിട്ടാണ് സലാം പറയുക. അത് ഒഴിവാക്കണം. ചിലർ സലാമുണ്ട് എറിയലാണ്, അസ്സലാമു അലൈക്കും കൂ നീട്ടിയാണ് പറയില്ല, എന്ത് കൂ അല്ലെ. ഇതൊരു ഇബാദത്താണ്. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു രീതിയാണ്. അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു എന്ന് വ്യക്തമായിട്ട് പറയാൻ നമ്മൾ ശീലിക്കണം. അല്ലെങ്കിൽ സലാമുൻ അലൈക്കും എന്ന് സ്വർഗ്ഗക്കാരുടെ അഭിസംബോധന പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, സലാമുൻ അലൈക്കും. അതല്ലാതെ സ്ലാ സ്ലാ എന്നുള്ളത് എന്തല്ല, ശരിയായ രീതിയല്ല. അത് എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു ഇബാദത്താണ്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന രീതിയിൽ തന്നെ സലാം പറയാനും മടക്കാനും നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചില ആൾക്കാരുണ്ടാകും ഒരു സലാം മടക്കൂല. സലാം മടക്കൂലെങ്കിൽ പിന്നെ അവരോട് സലാം പറയണമെന്നാണ്. ഞാൻ എത്ര സലാം പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പര് സലാം മടക്കൂല, അപ്പോൾ പിന്നെ അവരോട് സലാം പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ സലാം മടക്കുമോ ഇല്ലേ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സലാം പറയുക, സലാം മടക്കുക എന്നുള്ളത് മൂപ്പരുടെ ഡ്യൂട്ടിയാണ്. നമുക്ക് മൂപ്പർക്കും നമുക്കും കൂലി കിട്ടുന്ന ഒരു പണിയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂലി കിട്ടി. മൂപ്പരാ വാലൈക്കും അസ്സലാം എന്ന് പറയുമ്പോൾ മൂപ്പർക്ക് അതിൻ്റെ കൂലി കിട്ടി. രണ്ടാൾക്കും കൂലി കിട്ടുന്ന ഒരു പണിയാണ് നമ്മൾ എടുത്തത്. പിന്നെ മൂപ്പർ അതിന് സലാം മടക്കുന്നില്ല എങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, അതിൻ്റെ കുറ്റം മൂപ്പർക്കാണ്. അപ്പോൾ സലാം മടക്കിയാലും മടക്കിയിട്ടില്ല എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ സലാം പറയുക എന്നതാണ് അതിൻ്റെ ശരിയായൊരു രീതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിങ്ങൾക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും എന്ത് ചെയ്യുക, സലാം പറയുക. നമ്മളെ പള്ളിക്ക് ഒരാൾ കയറി വന്നു, അയാൾ നിസ്കരിച്ചു, തിരിച്ചു പോകുമ്പോൾ നമ്മളെ കണ്ടു, നമ്മൾ എന്ത് ചെയ്യുക, അയാളോട് സലാം പറയുക. അയാൾ നമുക്ക് പരിചയമൊന്നുമില്ല. അപ്പോൾ പരിചയമുള്ളവരോട് മാത്രമല്ല എന്ത് ചെയ്യേണ്ടത്, സലാം പറയേണ്ടത്, പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും സലാം പറയാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി സലാം പറയുമ്പോൾ ചില മര്യാദകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊന്നൊരു ക്രമമുണ്ട്, ആര് ആരോട് സലാം പറയണം എന്നുള്ളത്. നബിയുടെ ഹദീസിൽ കാണാം, അസ്സഗീറു അലൽ കബീർ, ചെറിയവർ വലിയവരോട് സലാം പറയുക. അപ്പോൾ പ്രായം കുറഞ്ഞവർ പ്രായം കൂടിയവരോട് സലാം പറയുക. ആദ്യം പ്രായം കുറഞ്ഞവർ പറയുക, അതിന് പ്രായം കൂടിയവർ എന്ത് ചെയ്യുക, സലാം മടക്കുക. ഇത് ഈ ഒരു ക്രമം എന്നുള്ള സുന്നത്താണ്. ആദ്യം വലിയൊരാൾ പോയിട്ട് ചെറിയൊരാൾ സലാം പറഞ്ഞാൽ പാടില്ലാത്തൊരു സംഗതിയോ ഹറാമായ ഒരു കാര്യമോ തെറ്റായൊരു സംഗതിയോ അല്ല. ആദ്യം സലാം കൊണ്ട് തുടങ്ങാന്നുള്ള ശ്രേഷ്ഠത അവർക്ക് കിട്ടും. എന്നാൽ സുന്നത്ത് ഇങ്ങനെയാണ്, ചെറിയ ആൾ വലിയവരോട് പറയുക. വൽ മാഷി അലൽ ഖാഇദ്, നടക്കുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറയുക. ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇരിക്കുന്നവൻ നടക്കുന്നവനോട് സലാം പറയുന്നതിന് പകരം നടക്കുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറയുകയാണ് സുന്നത്ത്. അല്ലാത്ത നിലക്കും പറയാം, സുന്നത്ത് ഈ ഒരു ക്രമമാണ്. അപ്പോൾ തന്നെ വറാക്കിബു അലൽ മാഷി, ഒരാൾ നടന്നു പോവുകയാണ്, വേറൊരാൾ വാഹനപ്പുറത്താണ്. അപ്പോൾ വാഹനപ്പുറത്തുള്ളവൻ നടന്നു പോകുന്നവനോട് സലാം പറയുക എന്നതാണ് സുന്നത്ത്. വൽ ഖലീലു അലൽ കസീർ, അപ്പോൾ തന്നെ ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയലാണ് സുന്നത്ത്. അപ്പം ഈ ഒരു നിലക്ക് ഈ ഒരു ക്രമത്തിൽ സലാം പറയുക എന്നുള്ളതാണ് സുന്നത്ത്. ഇതല്ലാത്ത നിലക്കും സലാം പറയാം, അതിൽ തെറ്റൊന്നുമില്ല. ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവർക്ക് അതിൻ്റേതായ ശ്രേഷ്ഠതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ചുരുക്കം. പിന്നെ അടുത്തൊരു മസ്അലയാണ് ഭക്ഷണം കഴിക്കുന്നവരോട് സലാം പറയാൻ പറ്റുമോ എന്നുള്ളത്. ഒരാൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ മൂപ്പരടുത്ത് ചെന്നപ്പോൾ സലാം പറയാൻ പറ്റുമോ ഇല്ലേ? പല ആൾക്കാരും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ വർത്താനം പറയും, ഓരോ കുടുംബവിശേഷങ്ങൾ പറയും, ഓരോ ഓഫീസിലെ കഥകൾ പറയും, മോന് ഗൾഫിൽ നിന്ന് വന്നതും ഗൾഫിക്ക് പോയതും പറയും. എല്ലാ നാട്ടുവർത്താനവും രാഷ്ട്രീയമൊക്കെ ചോറ് കഴിക്കുമ്പോൾ പറയുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നുണ്ടാവും. എന്നാൽ സലാം മാത്രം പറയാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നവരോട് സലാം പറയാൻ പാടില്ല. അപ്പം അതെന്തല്ല, ശരിയല്ല. ഭക്ഷണം കഴിക്കുന്നവരോടും അല്ലാത്തവരോടൊക്കെ എന്ത് ചെയ്യാം, സലാം പറയാം.
അഫ്ഷു സലാമ ബൈനക്കും എന്ന് പറഞ്ഞോടത്ത് ഭക്ഷണം കഴിക്കുന്നവരെന്ത് ചെയ്തിട്ടില്ല, മാറ്റി നിർത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് സലാം പറയാൻ പാടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിനാണ് തെളിവ് വേണ്ടത്. ഒരാൾ പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പാടില്ല എന്ന് പറയാനാണ് എന്ത് വേണ്ടത്, തെളിവ് വേണ്ടത്. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സലാം പറയാം, അതിലെന്തില്ല, തടസ്സമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാമല്ലോ. സംസാരിക്കാന്ന് പറഞ്ഞാൽ നല്ല സംസാരങ്ങൾ എപ്പോഴും നല്ലതാണ്, ചീത്ത സംസാരങ്ങൾ എപ്പോഴും ചീത്തയാണ്. ഭക്ഷണം കഴിക്കുന്നു അല്ല എന്നുള്ളൊരു വ്യത്യാസം അവിടെ വരുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും നല്ല സംസാരങ്ങളാകാം, ഭക്ഷണം കഴിക്കുമ്പോൾ ചീത്ത സംസാരങ്ങളാകാൻ പറ്റൂല. ചീത്ത സംസാരങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല ഏത് സമയത്തും പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവരോട് സലാം പറയുന്നില്ല എന്തില്ല, തടസ്സമില്ല. ഇനി ഒരു സംഘത്തോട് സലാം പറയുമ്പോൾ, 2 സംഘങ്ങളാണ്. അപ്പോൾ ആ 2 സംഘങ്ങൾ പരസ്പരം കാണുമ്പോൾ സലാം പറയുമ്പോൾ ഉള്ളൊരു കാര്യം, ഏതെങ്കിലും ഒരാൾ സലാം പറഞ്ഞാൽ മതി. ഇപ്പോൾ 2 സംഘങ്ങളുണ്ട്, ഇവിടെ 5 ആളുണ്ട്, അപ്പുറത്ത് 5 ആളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 5 ആളുണ്ട്, അപ്പുറത്ത് 6 ആളുണ്ട്. അപ്പോൾ ഈ 5 ആളുള്ള സംഘം 6 ആളുള്ള സംഘത്തോട് സലാം പറയുമ്പോൾ ഈ 5 ആൾക്കാരും കൂടിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സലാം പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും കൂട്ടത്തിൽ ഒരാൾ സലാം പറഞ്ഞാൽ മതി, അവരുടെ കൂട്ടത്തിൽ ഒരാൾ സലാം മടക്കിയാലും മതി. എല്ലാവരും കൂടി സലാം പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കൂടി സലാം മടക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും സലാം പറയുന്ന പ്രശ്നമൊന്നുമില്ല, എല്ലാവരും സലാം മടക്കുകയാണെങ്കിലും പ്രശ്നമില്ല. എന്നാൽ ഒരാൾ പറഞ്ഞാൽ തന്നെ മതിയാകുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുജ്സിഉ അനിൽ ജമാഅത്തി ഇദാ മർറു അൻ യുസല്ലിമ അഹദുഹും വയുജ്സിഉ അനിൽ ജുലൂസി അൻ യറുദ്ദ അഹദുഹും. ഒരു കൂട്ടം ആളുകൾ അങ്ങനെ നടന്നു പോവാൻ, വേറൊരു കൂട്ടം ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ നടന്നു പോകുന്ന ഒരു കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്താൽ മതി, സലാം പറഞ്ഞാൽ മതി. അവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്താൽ മതി, സലാം മടക്കിയാൽ മതി എന്നതാണ് വിഷയം. ഈ ഒരു മസാല നമുക്ക് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആവശ്യം വരും. ഇപ്പോൾ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരു 80, 100, 112 ആൾക്കാരുണ്ടാവും എന്ന് വിചാരിക്കുക. ഒരാൾ സലാം പറഞ്ഞു, ഒരാൾ സലാം പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള 112 ആൾക്കാരും സലാം മടക്കണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ഞാൻ സലാം പറഞ്ഞാൽ പിന്നെ എല്ലാവരും സലാം മടക്കിക്കൊള്ളണം. സലാം മടക്കിയിട്ടില്ലെങ്കിൽ വലിയൊരു വിഷയമാക്കും അത്. പിന്നെ അവർക്കിടയിൽ പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ്. അപ്പം അങ്ങനത്തെ ഒരു രീതി ഇല്ല. ഒരാൾ സലാം പറഞ്ഞാൽ ഏതെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സലാം മടക്കിയാൽ ബസ് തീർന്നു. ഇനി വേറെ ആൾക്കാർ സലാം മടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, എന്നാൽ സലാം മടക്കുക, അങ്ങനെ എല്ലാവരും സലാം മടക്കണം. 100 ആളുണ്ടെങ്കിൽ 100 ആളും സലാം മടക്കണം എന്നുള്ളത് നിർബന്ധമായൊരു സംഗതിയല്ല. ഏതെങ്കിലും ഒരാൾ സലാം മടക്കിയാൽ ബാക്കിയുള്ളവരുടെ ആ ബാധ്യത അവിടെ തീർന്നു എന്നതാണ് വിഷയം. ഇനി ചില സമയത്ത് വാട്സപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ടെക്സ്റ്റായിട്ട് എന്ത് ചെയ്തു, സലാം വന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഒരു ടെക്സ്റ്റ് വന്നു. അപ്പോൾ ആ ടെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്? അത് എഴുതിയിട്ട് തന്നെ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതല്ല സലാം എങ്ങനെയാണ് മടക്കേണ്ടത്? ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മസ്ജിദ് ഖുബായിലെ ഖത്തീബാണ്. അപ്പോൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ പറയാണ്, ആ വന്ന ടെക്സ്റ്റ് സലാമാണല്ലോ, ആ സലാം നിങ്ങൾ മടക്കണം. മടക്കേണ്ടത് എങ്ങനെയാണ്? നാവ് ചുണ്ടു ചലിപ്പിച്ചിട്ട് സലാം മടക്കുക. ഒരു ടെക്സ്റ്റ് നമ്മൾ വായിച്ചു, അസ്സലാമു അലൈക്കും എന്നുള്ള ടെക്സ്റ്റ് വായിച്ചു. അപ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് നമ്മൾ നാവും ചുണ്ടു ചലിപ്പിച്ച് മടക്കിയാൽ നിർബന്ധമായി ബാധ്യത അവിടെ തീർന്നു. പിന്നെ തിരിച്ച് ടെക്സ്റ്റ് അയക്കുക എന്നുള്ളത് നിർബന്ധമായൊരു സംഗതിയല്ല. തിരിച്ച് ആ സലാമിന് തിരിച്ച് ടെക്സ്റ്റ് അയക്കുക എന്നുള്ളത് നിർബന്ധമായൊരു കാര്യമല്ല. എന്നാൽ ടെക്സ്റ്റ് അയക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം, അത് പൂർണ്ണതയാണ്. എന്നാൽ തിരിച്ചാ ടെക്സ്റ്റ് വേണമെന്നുള്ള നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല, അത് നിർബന്ധമായൊരു സംഗതിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു മസാല സ്ത്രീകളോട് സലാം പറയലാണ്. സ്ത്രീകൾ പുരുഷന്മാരോട് സലാം പറയുക, പുരുഷന്മാർ സ്ത്രീകളോട് സലാം പറയുക. അവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പരസ്പരം സലാം പറയുമ്പോൾ ഫിത്ന ഉണ്ടാകുമോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഞാനൊരു 60 വയസ്സായ 70 വയസ്സായ ഒരു ഉമ്മയോട് സലാം പറഞ്ഞു. അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഫിത്ന ഒന്നും വരാൻ പോകുന്നില്ല. ആ സലാം പറഞ്ഞാൽ ആ സലാമോട് കൂടി ഒതുങ്ങി. അത് ഇനി വേറെ ഒരു കിന്നാരം പറയലോ അല്ലെങ്കിൽ അവിടെ ഒരു കൊഞ്ചിക്കുഴയലോ വേറൊരു സംസാരമൊന്നും അവിടെ വരാൻ സാധ്യതയില്ല. എന്നാൽ ഒരു 18 വയസ്സായ 20 വയസ്സായ ഒരു പെൺകുട്ടിയോടാണ്, ഒരു ചെറുപ്പക്കാരിയോടാണ് സലാം പറയുന്നതെങ്കിൽ ചിലപ്പോൾ അത് സലാമിൽ ഒതുങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ ഒരു ഫിത്ന ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, സലാം പറയുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ ഫിത്ന ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സലാം പറയുകയും ചെയ്യാം, അത് തടസ്സമില്ല. ഇപ്പോൾ അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത് ബാധകമാണ്. ആണുങ്ങൾ ആണുങ്ങളോട് സലാം പറയുക, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോട് സലാം പറയുക. അതുപോലെ തന്നെ അന്യരല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, പരസ്പരം സലാം പറയുക എന്നൊക്കെ ഇതിൽ പെട്ടു. ഇനി ഫിത്ന ഉണ്ടാവൂല എങ്കിൽ പരസ്പരം അന്യരായ ആളുകൾക്ക് എന്ത് ചെയ്യാം,
സലാം പറയാം, അതിലെന്തില്ല, തടസ്സമില്ല എന്നാണ് വിഷയം. എന്നാൽ ഫിത്ന ഉണ്ടാകുമെങ്കിൽ നമ്മൾ സലാം പറഞ്ഞാൽ അത് വേറെ തരത്തിലേക്ക് പോകും, അത് പിന്നീട് വേറെ സംസാരമാകും, അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ ഒഴിവാക്കുകയുമാണ് വേണ്ടത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആലയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഹൽ യുസല്ലിമു അലൽ മർഅ, ഒരു പെണ്ണിനോട് എനിക്ക് സലാം പറയാൻ പറ്റുമോ? അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, ഒരു പ്രായമായ വൃദ്ധയായ സ്ത്രീയോടാണ് സലാം പറയുന്നതെങ്കിൽ ഫല അക്റഹു ദാലിക്, ഞാനത് വെറുക്കുന്നില്ല. വ അമ്മ ശാബ, എന്നാൽ ഒരു ചെറുപ്പക്കാരിയോടാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫല ഉഹിബ്ബു ദാലിക്, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവിടുത്തെ അടിസ്ഥാനം ഇതാണ്, ഫിത്ന ഉണ്ടാകുമോ ഇല്ലേ എന്നതാണ് വിഷയം. ഫിത്ന ഉണ്ടാവൂല എങ്കിൽ ഒരു ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും സലാം പറയാം. ഫിത്ന ഉണ്ടാകുമെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കുകയും വേണം. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ സലാമിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. വേറെയും കുറേ മസാലകൾ ഈ വിഷയത്തിൽ ഉണ്ട്. എല്ലാ മസാലകളും പറയാനുള്ള സമയം നമുക്കില്ല. തൽക്കാലം ആ വിഷയവുമായി ബന്ധപ്പെട്ട മസാലകൾ ഇവിടെ നിർത്താം. പിന്നീട് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അത് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരോട്, ഇപ്പോൾ നബിൻ്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട്. ആരോട്? ഖദീജ ബീവിയോട്. അപ്പോൾ എൻ്റെ സലാമും അള്ളാഹുവിൻ്റെ സലാമും അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ ഖദീജ ബീവിയെ അറിയിക്കണമെന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വന്നിട്ട് പറയുന്നത്. അത് ഖദീജ ബീവിക്കുള്ളൊരു സന്തോഷ വാർത്തയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹു ആണ് ഖദീജ ബീവിയോട് സലാം പറയുന്നത്. അതൊരു ശ്രേഷ്ഠതയാണ്, അത് വലിയൊരു സ്ഥാനമാണ്. അള്ളാഹു നമ്മളോടും സലാം പറയും. എപ്പോന്നറിയോ? നമ്മൾ സ്വർഗത്തിലെത്തിയാൽ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണാം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. റഹ്മാനായ റബ്ബ് നമ്മളോട് സലാം പറയുന്ന ഒരു സമയമുണ്ട്. അതെവിടെയാണ്? അത് സ്വർഗത്തിലാണ്. അപ്പോൾ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. അള്ളാഹു നമ്മളോട് സലാം പറയും. അപ്പോൾ ആ സ്വർഗം സ്വപ്നം കാണാനും ആ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുന്ന, അള്ളാഹുവിൻ്റെ മുഖം കാണുന്ന ആ സ്വർഗത്തിലെത്താനുള്ള പരിശ്രമങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. നരകത്തിൽ നിന്ന് അകലാനുള്ള വഴികളാണ് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. നമ്മുടെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട്, അല്ലാത്താണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ സൂചിപ്പിക്കുകയും ചെയ്യാം. നമസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അപ്പോൾ പിന്നെ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഉച്ചത്തിൽ സലാം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. സലാം പറയാം, അതിലെന്തില്ല, തടസ്സമില്ല. നമ്മൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചൊരു മസാലയായിരുന്നു. സലാം പറയുന്നതിൽ എന്തില്ല, വിലക്കൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബിമാരെന്ത് ചെയ്തിട്ടുണ്ട്? സലാം പറഞ്ഞിട്ടുണ്ട്. ആ സലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മടക്കുകയും ചെയ്തിട്ടുണ്ട്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഒരാൾക്ക് സലാം മടക്കാം. എന്നാൽ എങ്ങനെ മടക്കേണ്ടത്? വാക്കുകൊണ്ടല്ല. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടല്ല മടക്കേണ്ടത്, ആംഗ്യം കാണിച്ചാൽ മതി. ആക്ഷൻ, വഅലൈക്കും അസ്സലാം എന്നുള്ളത് ആക്ഷൻ കാണിച്ചിട്ട് എന്ത് ചെയ്യാം, ആ സലാം നിസ്കാരം കൊണ്ട് തന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ എന്ത് ചെയ്യാം, സലാം മടക്കുക എന്നുള്ള രൂപമാണ്. ഒരു ആംഗ്യം കാണിച്ചാൽ മതി. ഇനി നമ്മൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്, വേറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ട്. അപ്പോൾ സലാം മടക്കാൻ വേറെ ആൾക്കാരുണ്ടെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല, മടക്കിയപ്പോൾ തെറ്റൊന്നുമില്ല. എന്നാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്താൽ മതി, സലാം മടക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ നിസ്കരിക്കുന്ന ആൾ മാത്രമുള്ളെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ആംഗ്യം കാണിച്ചുകൊണ്ട് സലാം മടക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാർ അങ്ങനെ സലാം മടക്കിയതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാം. അല്ലാഹു അലം.
വുളു ചെയ്യുമ്പോൾ സലാം പറയുന്നതിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. വുളു പറയുമ്പോൾ എന്ത് ചെയ്യാം? സലാം പറയാം. ഇനി വുളു അയാളുടെ ശ്രദ്ധ തെറ്റും എന്നൊക്കെ നമുക്ക് പേടിയുണ്ടെങ്കിൽ ഒഴിവാക്കാം, പ്രശ്നമില്ല. എന്നാൽ സലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മടക്കൽ നിർബന്ധമാണ്. നമ്മൾ വുളു ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ എന്ത് ചെയ്തു? നമ്മളോട് വന്നിട്ട് സലാം പറഞ്ഞു. ആ സലാം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മടക്കണം. കാരണം സലാം മടക്കുക എന്നുള്ളത് നിർബന്ധമാണെന്നുള്ള വിധി എല്ലാവർക്കും ബാധകമാണ്. അവിടുന്ന് വുളു ചെയ്യുന്ന ആളെന്ത് ചെയ്തിട്ടില്ല? പ്രത്യേകമായിട്ട് മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ സലാം മടക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വുളുവിന് ഇടയിലും നമ്മൾ കാണുന്നുള്ളതാണ്. സലാം പറഞ്ഞു കഴിഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. ഇല്ലില്ല, വുളുവിനെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ നമ്മൾ വുളു ചെയ്തു, കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് ഓരോ സലാം പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സലാം മടക്കി. അപ്പോൾ നമ്മൾ ആ വുളുവിനെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. അതിന് ബാക്കി എന്ത് ചെയ്താൽ മതി? തുടർന്ന് പൂർത്തിയാക്കിയാൽ മതി. വുളു മുറിയുന്ന കാര്യമോ അല്ലെങ്കിൽ വുളുവിനെ ബാധിക്കുന്ന വിഷയമോ അല്ല എന്നുള്ളതാണ്. അല്ലാഹു അലം.